മുഞ്ഞാണ്ട് മൈക്കാലത്തെ ജപ്പ് കുടുപ്പാടി ചൊണ്ട പക്കത്തിൽ നാ മുഞ്ഞാണ്ട് വാളുപോയപ്പോ അവിടെ ഒരു ഔത്തു പോയ അവിടെ 22 വയസ്സരെ ഒരു മുഹമ്മദ് മൂമിൻ ചൊന്നിട്ടൊരു ബാലക്കാര ഉള്ള 22 വയസ്സരങ്ങല്ലോ ഒന്ന് കൈവയ്ത്തോറ് നോക്ക. ഇപ്പൊ ആറ് ഒയ്ത്തില്ല എണ്ണകൊന്തുണ്ട് ಅದಕ್ಕೆ ಒಂದು ಒಯ್ತೋರುಂಟು 22 ವಯಸ್ಸರಂಗ ನಕ್ಕ ಒಯ್ತೋಗಾವಿಲ್ಲ ನಕ್ಕ 37 ಆಯ್ತು. ನಾನಿನಿಪ್ಪ 22 ವಯಸ್ಸು ಹೋಯ್ತಿಯಂಗ ನನ್ನ ಉಮ್ಮ അവിടെ ലൈവിൽ നോക്കിയോണ്ട് എനിക്കപ്പല്ല 22 ആയിക്കില്ല ഉമ്മ. അപ്പൊ അതുകൊണ്ട് 22 ആ പരിസര 25 ഉൽഗത്തങ്ങ ഒന്ന് കൈവയ്ത്തോರು. മാഷാ അല്ലാ ബേ കൈവയ്ത്തോರು, നീ പേടിക്കണ്ട. 25 നടുലു അല്ലാഹു ആഫിയത്ത് തരട്ടെ, അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഇപ്പൊ കൈവയ്ത്തു മനസ്സ് കണ്ടില്ല എങ്കിൽ നിങ്ങൊന്തുണ്ടാ 35, 40, 45 കല്യാങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കൈവയ്ത്തു മനസ്സായിട്ടില്ലേ? യൗമാ 20-25 നടുവിൽ നാമീത്തായിട്ടില്ലെങ്കിൽ ഒക്കെ അല്ലേ നിങ്ങ കൈ വയ്ത്തറാറ് പറഞ്ഞാൽ ഇപ്പല്ല. എപ്പ വന്നുണ്ടാ നിങ്ങൾ 40-45 വയസ്സാവുമ്പോ അപ്പൊ നിങ്ങളെ മനസ്സിൽ അണ്ടത്തെ ഉസ്താദുമാർ വന്നിട്ട് വാല് കേൾക്കുമ്പോ അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ 20-25 വയസ്സിലൊക്കെ ആരുണ്ട് കേൾക്കുമ്പോ അപ്പൊ കൈ വയ്ത്തോ ആവില്ല. കാരണം 40-45 കഴിഞ്ഞിട്ടിക്കിട്. പക്ഷെ മനസ്സിലൊരു വിചാരമുണ്ട്, അമ്മ നാ വയ്ത്തിറാന്ത ഇപ്പ നന്റെ വയസ്സിപ്പോ ഒരു 20-25 ആയിട്ടില്ലെങ്കിൽ എന്തെല്ലാം പാർച്ച ഭാര്യാന്ത് അല്ല വിഷയം ഉണ്ടല്ലേ. എങ്കിൽ നീ ഒന്നുണ്ടാ അവನು മുഹമ്മദ് മുഅ്മിൻ ചൊല്ലുടെ 22 വയസ്സിലെ ഒരു ചെറുക്ക. ആ ചെറുക്കയുടെ പ്രത്യേകത എന്താ ഒന്നുണ്ടാ അവന് കിടന്ന കിടത്തത്തിലുള്ള ബാപ്പ 22 വയസ്സിലെ മുഹമ്മദ് മുഅ്മിൻ ചൊല്ലുടെ ചെറുക്ക കിടന്ന കിടത്തത്തിലുള്ള അവന് എഞ്ചിട്ട് ദൈക്കിട ഭാര്യ കഷ്ടത്തില് അവന് കണ്ണ് കാണ്ടില്ല. പക്ഷെ അവന്റെ മൂത്തോണ് നണ്ടയില് ചൊന്ന ഉസ്താദേ ഓണ്ടെ ഇങ്ങനെ നിങ്ങ കാണണ്ട, ഇങ്ങനെ കാണണ്ട് പിന്നെ എങ്ങനെ കണ്ടേ ഓണു കിടന്നവിടെ എഞ്ചി ദൈക്കുകായുണ്ടില്ല കഷ്ടത്തിൽ ഭാര്യ കഷ്ടത്തിൽ എഞ്ചി തെച്ചോല്ല കണ്ണും കാണ്ടില്ല. പക്ഷേ ഖുർആന്റെ ഏത് ഭാഗത്തും അവನು കാണാണ്ടെ ഓതറ ഉസ്താദേ നിങ്ങൾ നോക്കൂ. ഖുർആന്റെ ഏത് ഭാഗവും കണ്ണു കാണ്ടില്ല. നിങ്ങൾക്ക് നാ പേനെങ്കിൽ അവന്റെ നോക്കണോണ്ട് ആശ ഉണ്ടാ, അവന്റെ ഖുർആൻ ഓത്ത് കേൾക്കണോണ്ട് ആശ ഉണ്ടാ എങ്കിൽ ഞാൻ അങ്ങനെ നമ്പർ തന്റെ അഡ്രസ് തന്റെ പോയിട്ടൊന്ന് ഖുർആൻ ഓതു പാട്ടു നേരു നാ ചൊന്നോണ്ടില്ല വെറുതെ ഒന്നോണ്ടില്ല. ഉസ്താദ് ഖുർആന്റെ ഏത് ഭാഗം ഉണ്ടെങ്കിൽ ഓതു പാട്ടി അവൻ ഓതറാ. ഞാൻ അവന്റെ മുട്ട പോയി ദച്ചിട്ട് ഞാനിങ്ങനെ ഉണ്ടെങ്കിൽ ഖുർആൻ ഓതു പാട്ടിയ ഞാനൊരു ആയത്ത് ഓതിട്ട് ಅದರ ಅಪರ ಓದೋ ಜೊನ್ನೆ ಅವನ ಅದರ ಅಪರ ಓದಿಯ സുബ്ഹാനല്ലാ. അങ്ങനെ 2-3 പക്കത്തെ ഓതുപാട്ടിയെ അവൻ അതരപ്പുറ ഓതിട്ട് ഇത് ഏത് സൂറത്തിലുള്ളോണ്ട് അതും കൂടി ചൊന്നോണ്ടുള്ള സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ നണ്ടയില് ഈ അവന്റെ മൂത്തോണ് ചെന്തു ഉസ്താദ് നിങ്ങത്തെ ഖുർആൻ തപ്പോതോറു. അപ്പൊ അവൻ സമോദറാണ് നോക്കാൻ ഖുർആൻ അങ്ങനെ ഖുർആൻ തപ്പോതിയെങ്കാവാ ഖുർആൻ തപ്പോതിയെങ്കാവാലല്ലേ ചൊന്നതെല്ലാം കേട്ടെങ്കാവാലെ ആയെങ്കു നാം മെല്ലെ തെല്ലിങ്ങനെ നോക്കുമ്പോ ഒക്കു ഓൺ സമാ ഖുർആൻ ഓതറ അങ്ങനല്ല ഉസ്താദ് ഇങ്ങനെ ഉസ്താദ് നോക്കരുത് നിങ്ങ 22 കണ്ണു കാണ്ടില്ലേ നക്കൗണ്ട കണ്ടപ്പ വലിയ അഭിമാന ഫീലായിട്ട് വലിയ പ്രൗഡ് ഫീലായിട്ട്. അപ്പൊ നാ കേട്ടെ ഓൺ എങ്ങനെ ഇത് പഠിച്ചേൻ. അപ്പൊ എന്തിനാ ചൊന്നുണ്ട് ഉത്തര എന്തിനാ അലക്സ ചെന്നിട്ടൊന്നുണ്ട ഇപ്പൊ അലക്സ ചെന്നിട്ടൊന്നുണ്ടല്ല. നിങ്ങൊന്ന് ലൈവ് കൊടുക്കണമെങ്കിൽ അതൊന്നില്ലേ അലക്സ ചെന്നിട്ടൊന്നുണ്ടാ. പിന്നെ അലക്സ ചെന്നിട്ടൊരു ആപ്പ് ഉണ്ട്. ಅದರ മുഖാന്തര ഓണ് കേട്ടിട്ട് പരിശുദ്ധ ഖുർആന്റെ കാണാണ്ടെ പഠിച്ച ഇപ്പ ആ ഖുർആന് കാണാണ്ടെ ഓതിയോണ്ടുള്ള പരിശുദ്ധ ഖുർആന് കാണാണ്ടെ ഓതിയോണ്ടുള്ള ഓ ബാലക്കാര 22 വയസ്സുള്ള മുഹമ്മദ് മുഅ്മിൻ ചൊല്ലുടെ ചെറുക്ക അതേ എഞ്ചിട്ട് നിക്കൊകു വർത്തനെ നിക്കൊകു താക്കത്ത് കൊറടി ഉള്ള ചെറുക്ക കിടന്ന കിടത്തത്തിലുള്ള ചെറുക്ക കഷ്ടപ്പെട്ടിട്ട് കിടന്ന കിടത്തത്തിരെ എഞ്ചിട്ട് ദൈക്കട ചെറുക്ക കണ്ണുപോലും കാണാത്ത ചെറുക്ക ആ ചെറുക്ക ഖുർആനെ കാണാണ്ടെ പഠിച്ചാണ്ടായെങ്കിൽ എനിച്ചിട്ട് നടക്കുള്ളതാണ്. അതുപോലെ കണ്ണ് കാണ്ട നക്ക് പരിശുദ്ധ ഖുർആനെ കാണാണ്ടെ പഠിക്കൂ. എന്തിക് മടിമോനെ എന്തിക് ചങ്ക്യമോനെ. അതേ രക്ഷിതാക്കളെ ഹിരിയങ്ങളെ നങ്ങളെ മക്കളെ കൊണ്ട് അഭിമാനിക്കുമ്പോ ഏറ്റവും പ്രധാനമായും അഭിമാനത്തിൽ ചൊല്ലണായ പൽക്കയന്ത്രോ ഉസ്താദേ നാണേതായാലും പഠിച്ചിട്ടില്ല സമ നണ്ട മക്ക ഖുർആന് പഠിക്കണു.
ജുസു നല്ല ഉഷാറായിട്ട് കാണാണ്ട് പഠിക്കണോണ്ടല്ല, അത് മാത്രല്ല ചൊന്നോണ്ടുള്ളൂ. മുസാഫ് നോക്കിട്ട് തപ്പില്ലാണ്ട് 30 ജുസു ഖുർആൻ ഓതുകു. നണ്ട മോണുകു കിട്ടണോ തെരിയണോ, നണ്ട മോലുകു തെരിയണോ. അങ്ങനത്തെ മക്കനക്ക് വേണു ചൊന്നിട്ടോ ബാപ്പമാരൊരു തീരുമാനം എടുക്കണു, ഉമ്മമാരൊരു തീരുമാനം എടുക്കണു. എന്തേ കാരണം? ഖുർആൻ അതേ പഠിപ്പുള്ള മോണു. നാളെ ആഖിറത്തിൽ ഞങ്ങളെ മക്ക വരുമ്പോ ഞങ്ങ ഉടെ മാത്ര ബൊമ്പായിട്ട് നടന്നിട്ട് കാര്യമില്ല. വലിയ വലിയ അരമന പോലോത്ത ഔത്തുല് വെച്ചിട്ട് മാത്ര കാര്യമില്ല. വലിയ വലിയ കാറിൽ മാത്ര ട്രാവൽ ആക്കിയിട്ട് കാര്യമില്ല. ഈ ദുനിയാവ് എങ്ങനെ തീന്നിട്ട് പോണ്ട നാളുകല്ലേ. ഈ ദുനിയാവിൽ അല്ലാഹു തആല എത്ര നാല് ഞങ്ങൾക്ക് തന്നി ബാക്കി വെച്ചിറാണ്ട് ചൊല്ലുകാവില്ല. ഇന്നലെ ഞാൻ വാലു ചൊന്നുര കാസർഗോഡ് ജില്ലയില് ഇണ്ടത്തെ ഉച്ചിലെത്തുക നക്ക് ധൈര്യം ഇന്നിട്ടില്ല. റബ്ബ് ആയുസ് തന്നിട്ടല്ലേ നാനുടക വന്നു. ഈ വാല് കഴിഞ്ഞിട്ട് 4:45 മൈക്കാലത്തെ എയർപോർട്ട് നക്ക് ബാംഗ്ലൂർക്ക് പോകുണ്ടു. 4 ജാവോ ബാംഗ്ലൂർ ശിവാജി നഗറിലായിട്ട് കിടന്നക്ക് വാലുള്ളൂ. പക്ഷേ പ്രോഗ്രാം നോട്ടീസിൽ നന്റെ പേരുണ്ടു. അവിടെ ഞാൻ വാലു ചൊല്ലുക എത്തുവേ നക്ക് ഗ്യാരണ്ടി ഇല്ല. നിങ്ങെല്ലാരും നക്ക് വേനായിട്ട് ദുആർക്കണു. പടച്ച റബ്ബ് ഇനിയും ചെമ്മക്കാല ഇതുപോലെ ഇൽമു ചൊല്ലുകൊള്ള ആഫിയത്ത് വേണു, അതൊക്കെ ദീർഘായുസ് വേണു. അതൊക്കെ നിങ്ങെല്ലാരും പെരുസ വെച്ചിട്ട് നക്ക് ദുആർക്കണു. അല്ലാഹു ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ കുടുംബത്തും ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. പക്ഷേ ഉടനെ തന്നെ ഒർനാലല്ല ഒർനാല് തീർന്നല്ലേ ബാപ്പ. പക്ഷേ എത്ര കുടിച്ചെങ്കിലും തീരാത്ത തന്നെയുള്ള ലോകല്ലേ പരലോക. ആഖിറത്തിൽ വരുമ്പോ നാണൊന്നു ബൊമ്പ ആവണു. ഉടനങ്ങ ഇങ്ങനെ കോലർ വെള്ളിയാക്കിയിട്ട് കാര്യമുണ്ടാ? ഉടനങ്ങ ഇങ്ങനെ ഗത്ത് കാട്ടിട്ട് നടന്നിട്ട് കാര്യമുണ്ടാ? ഇല്ല. ആഖിറത്തിൽ ഞങ്ങൾക്കൊരു ഗത്ത് വേണു. ആഖിറത്തിൽ ഞങ്ങൾക്ക് ഗത്ത് വേണു. അവിടെ നാണ് ഗത്ത് കാട്ടിട്ട് നടക്കണു. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആഖിറത്തിൽ കൊറിയ ഉമ്മ അബ്ബമാര് വലിയ ഗത്തുണ്ട് കേട്ടോ. വലിയ ഗത്തിൽ ഭണ്ഡാര കൊറിയ ഉമ്മ അബ്ബമാര് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ല നോക്കറു. നിങ്ങ കൊറിയ ഉമ്മ അബ്ബമാര് ആഖിറത്തിൽ വലിയ ഗത്തിൽ ഭണ്ഡാര് ആരൊന്തുണ്ടാ? അതുപോലെ കൊറിയ മക്ക ആഖിറത്തിൽ വലിയ ഗത്ത് കാട്ടിട്ട് ഭണ്ഡാര് ആര്? ആ മക്ക ഉടെ ക്രിക്കറ്റില് സെഞ്ചുറി അടിച്ച ഉണല്ല, മാൻ ഓഫ് ദ മാച്ച് കിട്ടിയ ഉണല്ല, മാൻ ഓഫ് ദ സീരീസ് കിട്ടിയ ഉണല്ല. ഓ നണ്ട എലങ്ങമാരെ മൊബൈലില് കളിച്ച ഉണല്ല. ആഖിറത്തിൽ വലിയ ഗത്തുള്ള ഉണാറ് കൊന്തുണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നുല്ലേ, മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു. ദുനിയാവിൽ ഖുർആൻ ഓതുക പഠിച്ച മോണുള്ളാണ്. ദുനിയാവില് ഖുർആൻ ഓത്തു പഠിച്ച മോളുള്ള ഈ മരണ അപ്പറതെച്ചിട്ട് നന്റെ വാല് കേട്ടോണ്ടുള്ള ഉമ്മമാരെ സമാഗമന വെച്ച് കേക്കൊരു. ഖുർആൻ ഓത്തു പഠിച്ച മക്ക ഉള്ളാറാ നക്കും നിങ്ങകൂ എങ്കിൽ ആ മക്ക നാളെ ആഖിറത്തിൽ വരുമ്പോ ഉൽബിസ യൗമൽ ഖിയാമ താജം മിൻ നൂർ. ഇത് നൗഫൽ അല്ലാ ചൊന്നോണ്ടുള്ളോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ല നോക്ക. ആ മക്ക നാല് ആഖിറത്തിൽ വരുമ്പോ ദുനിയാവില് ഖുർആൻ ഓത്തു പഠിച്ച മക്ക ആഖിറത്തിൽ വരുമ്പോ ആ മക്കളെ തലല് അല്ലാഹു തആല ഒരു പ്രകാശത്തെ കിരീട വെച്ചു കൊടുക്കുടാ. മലക്കുകളട്ട അല്ലാഹു ചൊല്ലൂല നന്റെ മലക്കുകളെ ആ മക്ക ആറുകൊന്തുണ്ടാ? സാമാന്യ മക്ക അല്ല. ദുനിയാവില് കഷ്ടപ്പെട്ടിട്ട് ഖുർആൻ പഠിച്ച മക്ക. അങ്ങനെ ഉമ്മ അബ്ബമാര് മദ്രസത്ത് കടത്തിയപ്പ മദ്രസത്തെ ഉസ്താദുമാര് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മക്ക ഗുബേനായിട്ട് ഖുർആൻ പഠിപ്പാട്ടിയപ്പ ഈ മക്ക ഖുർആൻ പഠിച്ചാറ് മലക്കുകള്. അതുകൊണ്ട് ആ മക്കു നിങ്ങ പ്രകാശത്തെ കിരീട തലല് വെച്ചു കൊടുക്കറൂ. അല്ലാഹു തആല മലക്കുകളൊട്ട ചൊല്ലുമ്പോ
മലക്കങ്ങ പ്രകാശത്തെ കിരീട്ട ഈ മക്കളെ തലയിൽ വെച്ചു കൊടുക്കിടാറുല. ആ പ്രകാശ ഏത് പ്രകാശ? ഇവിടെ 2 ലൈറ്റിങ്ങ വെച്ചിട്ടില്ലേ, ഇതുപോലത്തെ പ്രകാശ അല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, ലൗഉഹു മിസ്ലു ലൗഇ ശംസി. ആ പ്രകാശത്തെ ಬೆಲ್ಚ എത്ര കൊന്തുണ്ട? സൂര്യയുടെ ಬೆಲ್ಚ കണ്ടില്ലേ നിങ്ങ? ആ സൂര്യയുടെ ಬೆಲ್ಚത്തെ പ്രകാശ പോലത്തെ പ്രകാശ കൊണ്ടിട്ടു ഉണ്ടാക്കിയ ഒരു കിരീട്ട ഈ മക്കളെ തലയിൽ വെച്ചു കൊടുക്കൂ മലക്കുകളെ ചൊന്നിട്ടു. അല്ലാഹു മലക്കുകളട്ട ചൊല്ലാ, ഇത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന. പിന്നെ തങ്ങ പാഠം ചൊല്ലറു നോക്കറു നിങ്ങ. ആ മക്ക ആഖിറത്തിൽ വന്നിട്ട് കത്ത് കാട്ടുമ്പോ ആ മക്കളെ ഉമ്മ അപ്പമാർ അവിടെ ഉള്ളാറ്. ഓ ബാപ്പമാരെ, ഉമ്മമാരെ, 10 മക്കളെ ഉമ്മ അപ്പ ചൊന്നിട്ടും നടന്നെങ്കിൽ മാത്രമയ്യാവാല്. നക്ക് 4-5 മക്ക ഉള്ളാറ് ചൊന്നിട്ട് ചൊന്നെങ്കിൽ മാത്രമയ്യാവാല്. എത്ര മക്കാട്ട് കണക്ക് ചൊല്ലുമ്പോ അഭിമാനത്തിൽ ചൊല്ലുല്ലേ, 4 മക്ക നക്കുള്ളാറ്, 5 മക്ക നക്കുള്ളാറ്. ആ പൽക്ക മാത്രമയ്യാവാല്. ആഖിറത്തിൽ ഞങ്ങളെ മക്കളെ കൊണ്ടിട്ടു ഞങ്ങൾക്ക് കത്ത് കാട്ടുക തീരണു. ആഖിറത്തിൽ ഞങ്ങളെ മക്കളെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് കത്ത് കാട്ടുക തീരണമെങ്കിൽ ഞങ്ങളെ മക്ക ഗാഞ്ചത്ത മക്ക ആയിട്ട് അതപ്പതിച്ചു പോക തീറ. ഞങ്ങളെ മക്ക വേറേതെങ്കിലും തെരുതപ്പിയ മക്ക ആവുക തീറ. ഹബീബായ തങ്ങ ചൊല്ലു നോക്കറു നിങ്ങ, ഈ കത്ത് കാട്ടെ മക്ക നാല് ആഖിറത്തിൽ വരുമ്പോ ഖുർആൻ പഠിച്ച മക്ക വരുമ്പോ ആ മക്കളെ ഉമ്മ അബ്ബമാർ അവിടെ ഉള്ളാറല്ലേ. ആ മക്കളെ ഉമ്മ അബ്ബമാർക്കും അല്ലാഹു തആല നല്ല ആഭരണ ധരിപ്പാട്രാ, നല്ല ആഭരണ ധരിപ്പാട്രാ. എന്തികു കൊന്തുണ്ട? ആ ആഭരണ ധരിപ്പാട്ടുമ്പോ ഉമ്മകെ വലിയ ആശ്ചര്യ. ഉമ്മ അപ്പടെ തലയിലും അല്ലാഹു തആല കിരീട്ട വെച്ചു കൊടുക്കൂടാ, മലക്കങ്ങ കിരീട്ട വെച്ചു കൊടുക്കൂ. അല്ലാഹു മലക്കങ്ങളൊട്ട ചൊല്ലാ, ആ മക്കളെ ഉമ്മ അപ്പടെ തലകും കിരീട്ട വെച്ചു കൊടുക്കൂ. അപ്പ ഉമ്മകു അതിശ്യാവുടു, അപ്പകു അതിശ്യാവുടു. ഉമ്മ അപ്പ മലക്കങ്ങളൊട്ട കേക്കടാറ്, അല്ല മലക്കങ്ങളെ നണ്ട തലയില് കിരീട്ട വെച്ച് തറുകു മാത്ര. നാനങ്ങനത്തെ നല്ല സ്വരന്തും ദുനിയാവുലാക്കിട്ടില്ലല്ലേ, പിന്നെന്തിക നണ്ട തലയില് കിരീട്ട വെച്ച് തണ്ടോ? അപ്പ മലക്കങ്ങ ചൊല്ല പൽക്കെന്ത്രോ ഒക്കു സമ നിങ്ങ അധികെന്തു ആക്കിട്ടില്ല സമ. പക്ഷേ ബി അഖദി വലദികുമൽ ഖുർആൻ, നിങ്ങളെ മക്ക ഖുർആൻ പഠിച്ചിറാറല്ലേ. ആ മക്കളെ ഖുർആൻ പഠിക്കുക നിങ്ങ കടത്തിയാറല്ലേ. ആ ഖുർആൻ പഠിച്ച മക്ക നിങ്ങൾക്കുള്ളത് കൊണ്ടിട്ടു ആ മക്കളെ തലയിൽ പ്രകാശത്തെ കിരീട്ട വെച്ച് കൊടുക്കുമ്പോ നിങ്ങളെ തലയിലും കിരീട്ട വെച്ച് തറകൂ. അല്ലാഹു മലക്കങ്ങളട്ട ചൊല്ലാ, ഇത് പഠിപ്പാട്ടിയ നേതാവായിട്ടിക്കിട് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ ഒരു സ്വഭാവം തുടങ്ങിയില്ലേ, ചൊന്നെങ്കിൽ നിങ്ങൾക്ക് ബേജാറാവുന്നില്ലേ? മക്കൾക്ക് കാലി പാട്ട് മാത്രം പടിപാട്ടോ, അതിനൊന്നുണ്ട. മക്കൾക്ക് കാലി പാട്ട് മാത്രം പടിപാട്ടോ. ഉമ്മമാർക്ക് കുറെ ഉമ്മമാർക്ക് അങ്ങനത്തെ ഒരു ബിയാറുണ്ട്. 3 പാട്ട് പാടിയെങ്കിൽ എല്ലാം തീരുത്തുണ്ട്. അത് പിന്നെ എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്ത് വെക്കറോ? ലമ്മ പാട്ട് പാടണ്ടാണ്ടല്ല നാ ചൊല്ലു. നിങ്ങളെ മക്കോ പാട്ട് പാടുற സൗണ്ട് നിങ്ങൾക്ക് പാട്ട് പാടുപാട്ടു. പക്ഷെ അതിനെ കാട്ടി 3 പിന്നൊന്നില്ലേ? എന്തോ അത് ഖുർആൻ. ഖുർആൻ ഖുർആൻ പടിപാട്ടു. ഉമ്മ നിങ്ങളെ മക്ക മദ്രസത്തുക്ക് പോയി വന്നെങ്കിൽ ആ മക്കളെ ഒന്ന് മുട്ട തെയ്പാട്ടിട്ട് ഖുർആൻ ഓതുപാട്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരബ്ബ അല്ലാഹു തആല ദുനിയാവിൽ തന്റെ ഏറ്റവും വലിയ കൊസി എന്താ ചൊല്ലോറ് നോക്കാം. ആർക്കെങ്കിലും ചൊല്ലോ തീർവ? ഒരു അബ്ബായോണ്ട് ഇപ്പൊ നാണു അബ്ബ നിങ്ങൾ അബ്ബമാരല്ലേ അല്ലേ അല്ലേ? ഒരുത്തരട്ട് കേട്ടാൽ അബ്ബയുണ്ടാണ്ട് അപ്പൊ അവന് ചൊന്നോല അബ്ബടങ്ങ അവിടേക്ക് പോയിട്ട് ആരുണ്ട്. അപ്പൊ അയാൾക്ക് എടുത്തോളൂ നീക്ക് എത്ര അബ്ബ ഉള്ളാറില്ലാണ്ട്. പിന്നെ അബ്ബടങ്ങാണ്ടല്ലേ ഓണ് ചൊന്നേ, ഓൺ ബാരങ്ങളും കൂട്ടിട്ട് ചൊന്നേ. അപ്പൊ അയാൾക്ക് എടുത്തോളൂ നീക്ക് എത്ര അബ്ബമാറുള്ളാരാണ്. ഈ കേട്ടത് ഉറക്കു തൂങ്ങാണ്ടിക്കും എന്നെ ചൊന്ന ചൊന്നോണ്ടല്ലോ. ദുനിയാവിൽ അല്ലാഹു നമുക്ക് തന്റെ ഏറ്റവും വലിയ നെമ്മതി എന്തൊരു ചൊല്ലോറ് നോക്കാം. ഞങ്ങ കഷ്ടപ്പെട്ടിട്ട് നെയ്പ്പുക്ക് പോയിട്ട് ബാണ്യത്തുക്ക് പോയിട്ട് വാപ്പാസ് ഞങ്ങൾ വന്നിട്ട് ഒന്ന് കുളിച്ചിട്ടല്ല ഫ്രഷ് ആയിട്ട് പുറത്ത് പറയുമ്പോൾ കൊസി അവിടെ അല്ലേ ഒക്കെ അല്ലേ ഒന്ന് കുളിച്ചിട്ടല്ല വരുമ്പോ
കുളിച്ചിട്ട് പിന്നെ AC കൂടി ഇട്ടെങ്കിൽ പിന്നെ കേക്കണ്ട, അതൊരു നെമ്മതി വേരമേ ഒക്കെ അല്ലേ? ഇല്ല, ആറൗത്തലല്ല AC ഉണ്ടെന്ന് കൈവയ്ത്തോറു എന്താ അതും കൂടി ഇപ്പൊ നക്കെന്ത് നിങ്ങൾ ഔത്തര AC എന്ത് വേണ്ട, നന്റെ ഔത്തലും AC ഉണ്ട്, നന്റെ പള്ളിയിലും AC ഉണ്ട്. ഒന്നും ആറൗത്തലും AC ഇല്ലാത്ത അക വാരികൊരടി ഒക്കെ അല്ലേ? എത്രേ ചെറിയ റൂമാവട്ടെ, ചെറിയ അകാവട്ടെ, ചെറിയ റൂമായെങ്കും ചെറിയ അകായെങ്കും സമ അല്ലേ? ഞങ്ങൾ ഫസ്റ്റ് നോക്കട്ടെ, ബാക്കിയല്ല പിന്നെ എന്തിനും നോക്കട്ടെ. ഫസ്റ്റ് AC എന്താ 6 ഗാവ് ഉസ്താദ്, ഈ സെക്ക 6 ഗാവ്, ഈ സൈക്കോ സെക്ക 6 ഗാവ് ഉസ്താദേ അല്ലേ? ഞങ്ങൾ വേഗം AC വെക്കട. അള്ളാഹു തആല അങ്ങനെ ആ AC എല്ലാം വെക്കും, അള്ളാഹു തൗഫീഖ് തരട്ടെ അല്ലേ? പള്ളിയിലും മീത്തു AC വെച്ച പള്ളി ഉണ്ടായെങ്കിൽ പിന്നെ കേക്കണ്ട, അവിടെ പിന്നെ വല്ല ബേ പോയി ഡിബാത്തിലെടുക്കത്തിൽ മനസ്സ് വേണ്ട. എന്തേ കാരണ? സെക്ക 6 സൈക്കോ ആവിടും, സെക്ക സൈക്കോ ആവിടാ ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ട് പള്ളിക്ക് AC ഇവിടെ പള്ളിക്ക് പിന്നെ AC അല്ല പിന്നെ സൗകര്യം ആക്കിക്കൊണ്ടുള്ളാരുടെ വിഷയം കിട്ടിയിട്ട് നിങ്ങൾ ഉച്ചിലത്തൊക്കെ പിന്നെ AC അല്ല, അതിന് അപ്പുറത്തൊന്നും നിങ്ങൾക്ക് തീരുവല്ലോ. അള്ളാഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ, ഇനിയും ഖൈർ അള്ളാഹു ഏറ്റി തരട്ടെ. നിങ്ങൾ നിരിക്കാത്തത് എന്തുകൂടെ ഇല്ലേ? നിങ്ങൾ നിരിച്ചതെല്ലാം നടന്നുകൊണ്ടുണ്ട്, അള്ളാഹു അതെല്ലാം നടത്തി തരട്ടെ. ഞാൻ ചൊന്നുകൊണ്ട് വന്നേ. പക്ഷെ ഈ ദുനിയാവിൽ ഒരു ഉമ്മകും ഒരു അപ്പകും അള്ളാഹു തന്റെ ഏറ്റവും വലിയ കൊസി ഒരു നെമ്മതി എന്തോ നാനിപ്പോ ഉണ്ടല്ലേ നേര് ചൊന്നിങ്ങ ഞാനിപ്പോ എത്രേ ബിസി ഉണ്ടെങ്കിലും ഇടയ്ക്കിടക്ക് അതൊരു ഒരു 1/4 ഗಂಟೆ ഗ്യാപ്പ് ആയെങ്കിലും സമയം ഞാൻ എന്റെ മക്കളെ വിളിക്കട മുട്ട ബിജുകളുടെ മുസാഫ് തുറവാ തുറടി മുസാഫ് നോക്കാം. അപ്പൊ ആ മക്ക ഉണ്ടല്ലേ, ആ മക്ക ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ അത് കേൾക്കുമ്പോഴൊരു കൊസി ഉണ്ടല്ലേ. എന്ത് കാരണം? ഞങ്ങൾ ഇത്രല്ല അബ്ബമാരായ ഞങ്ങൾ ഇത്രല്ല കഷ്ടപ്പെടുമ്പോ ഞങ്ങളെ മക്ക ഖുർആൻ പഠിച്ചോ ഉള്ളാരല്ലേ ചെന്നിട്ട് ഞങ്ങൾ ഒന്ന് അർത്ഥാക്കുമ്പോ അല്ലെ, അതൊരു സന്തോഷം. എന്തിനെ ചെറിയ സന്തോഷമാ. അള്ളാഹു ഞങ്ങൾക്ക് അത് തൗഫീഖ് തരട്ടെ. അവ നിങ്ങൾ എല്ലാവരും ഒരു നല്ല സ്വറാക്കണം. എന്തെങ്കിൽ 4 നിങ്ങളെ കൊണ്ടാവില്ലെങ്കും ഒരു വാർത്ത ഒർക്കെങ്കിലും നിങ്ങൾ എന്തേ വൈവാട്ടിക്കെട്ട്, എന്തേ നയിപ്പിക്കട്ട്, എത്രേ ബിസി കെട്ട്, നിങ്ങൾ ഗൾഫിലുള്ള കായങ്ങ് പോലും ലൈവിൽ കണ്ടോണ്ടുള്ള ഗൾഫിയുടെ റായത്തെ ഉച്ചിലത്തെ പരിസരത്ത് എത്ര മാൽമാറുള്ളാറ്. മുഞ്ഞാണ്ട് പോലും നാ ദുബായിക്ക് പോയപ്പ ഈ റായത്തെ പരിസരത്ത് എത്ര മാൽമാരെ നാ കണ്ടേ. കുറെ ഔത്തുകുന്നാണ് ദാവത്തുകുന്നാണ്ട് വിളിച്ചിരുന്നാറ്. അള്ളാഹു അങ്ക് എല്ലാവർക്കും അങ്ങും അങ്ങനെ പെഞ്ഞയും മക്കും മക്ക കുട്ടിക്കും അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഗൾഫിലുള്ള അബ്ബമാരായെങ്കിൽ പോലും മക്ക റായത്ത പണ്ടത്തെ പോലെ അല്ലല്ലേ ഉണ്ട് വീഡിയോ കാലാക്ക അയ്യമ്മ ഉണ്ട്, ബോട്ടിം ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. സുബ്ഹാനല്ലാ, വീഡിയോ കാലാക്കിട്ട് വാർത്തത് ഓർക്കെങ്കിലും മോളുടെ കൊണ്ട് ഖുർആൻ ഓതുവാട്ടണോ. അത് കേൾക്കുമ്പോഴൊരു സന്തോഷം എന്തോ, അതിനെ കേൾക്കുമ്പോഴൊരു കൊസി എന്തോ. അള്ളാഹു നമുക്ക് അത് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് അത് തൗഫീഖ് തരട്ടെ. നന്റെ മോൻ ഇത്തരം കഷ്ടത്തിൽ ഖുർആൻ ഓതിയുള്ളല്ലേ ചൊല്ലൊരു സന്തോല, ഒരു കൊസി. അള്ളാഹു നമുക്ക് അത് ഭാഗ്യ തരട്ടെ. ഇല്ലേ, ചമ്മക്കാല വെറുതെ ഇങ്ങനെ മിഞ്ചിട്ട് കാര്യല്ലേ, ഉള്ള കാലത്തിൽ ഇങ്ങനത്തെ എല്ലാ അനുഭവം നമുക്ക് വേണു അല്ലെ. അത് ഞങ്ങൾ ഒരു ചെറിയ ഒരു ടൈം കണ്ടെത്തണു. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരുടെ ചൊന്നോണ്ടില്ലേ, കാലി മക്കളെ പാട്ടുപാട് പാട്ടിട്ട് മെയ്യങ്കാവുമല്ല. പണ്ടൊരു പാട്ടുപാടുற ആലിന്ത് അയാളുടെ പേരെന്തര കൊണ്ടുണ്ട്, ഫറസ്ദക്ക് ചൊന്നിട്ടു. ഫറസ്ദക്ക് ചൊന്നെങ്കിൽ ഉസ്താദുമാർക്ക് എല്ലാവരും കൊണ്ടുണ്ട്. പണ്ടത്തെ വലിയ ഷായിർ, വലിയ പാട്ടുപാടുற ആളായിട്ട് ഫറസ്ദക്ക്. അങ്ങനെ ഒരു നാൾ അയാൾ ചൊന്തു, നന്റെ ബാപ്പ നന്റെ കുട്ടിയോ ഉണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ മുട്ട കുട്ടിയോ പോയിട്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നന്റെ നോക്കിയ സാർത്ത് നന്റെ ബാപ്പടട്ടെ കേട്ടിട്ട് മൻഹു കേട്ടിട്ട് നിങ്ങളൊട്ട് വന്ന ഈ കിടാവാറുണ്ട്. അപ്പൊ നന്റെ ബാപ്പ ചൊന്തു, ഇത് നന്റെ മോണു, ഈ മോണു ഒരു പ്രത്യേകത ഉണ്ട്. എന്തൊരു പ്രത്യേകത? വഹുവ ഷായിർ, നല്ല പാട്ട് പാടുക അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ. നന്റെ മോന്റെ പ്രത്യേകത എന്താ? നല്ല പാട്ട് പാടുക. ഇത് കേട്ടപ്പ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊന്തു, പാട്ടുപാടിയെങ്കിൽ മാത്രമയ്യാവാല അല്ലിംഹുൽ ഖുർആൻ, നിങ്ങളെ മോണുകു ഖുർആൻ പഠിപ്പാട്ടൊരു. ഫഹുവ ഖൈറുൽ ലഹു മിനശ്ശിഅരി, പാട്ട കാട്ടി നിങ്ങളെ മോണുകു നല്ലത്, പാട്ട കാട്ടി നിങ്ങളെ മോണുകു ഉത്തമായിട്ടുള്ളത് ഖുർആനായിട്ട് കേട്ടോ. അതുകൊണ്ട് കാലി നിങ്ങളെ മക്കകു നിങ്ങ പാട്ട് പഠിപ്പാട്ടിയെങ്കിൽ മയ്യാവാല നിങ്ങളെ മക്കകു നിങ്ങ ഖുർആൻ പഠിപ്പാട്ടൊരു.